വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലെന്നോ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്തോറ്റ് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു മൗലവി പറയുന്നത് കേട്ടു. അദ്ദേഹം കാഫിറാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുസ്ലിങ്ങളെ കാഫിർ എന്ന് വിളിച്ചാൽ വിളിച്ചവൻ കാഫിറാണ്, മുശ്രിക്കെന്ന് വിളിച്ചാൽ വിളിച്ചവൻ മുശ്രിക്കാണ് എന്ന് കിതാബുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കും കാഫിറുമാക്കി പരസ്യമായി പ്രസംഗിച്ച വഹാബി മൗലവി. വലിയ സങ്കടം തോന്നി. കാരണം വയനാട് മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടി ഒരുപാട് മനുഷ്യജന്മങ്ങൾ നഷ്ടപ്പെട്ട്, വീടും കുടിലും നഷ്ടപ്പെട്ട് എല്ലാവരും വലിയ വിഷമത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഈ വിഷം ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. ഇവിടെ ഇസ്ലാം പഠിപ്പിച്ച മഹാന്മാരായ ആളുകളൊക്കെ മുശ്രിക്കീങ്ങളാണെന്നും അമ്പലത്തിലാണ്, പള്ളികളൊക്കെ അമ്പലമാണെന്നും അവരെ തുടർന്ന് നിസ്കരിച്ച നിസ്കാരം സഹിയാവില്ലെന്നൊക്കെ പറഞ്ഞുള്ള പുതിയ ഫത്വയുമായി വഹാബികളുടെ ചിന്താഗതി തന്നെ. പക്ഷെ അദ്ദേഹം അത് തുറന്നു പറഞ്ഞു എന്ന് മാത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മുസ്ലിങ്ങളെ കാഫിർ എന്നും മുശ്രിക്ക് എന്നും വിളിച്ചാൽ അവൻ കാഫിറാണ്. നഹ്നു നഹ്കും ബില്ലവാഹിർ വല്ലാഹു യഅലമു സറായിർ. ലാഹിർ കൊണ്ടാണ് നമുക്ക് വിധിക്കാൻ പറ്റൂ. അതുകൊണ്ട് ചുഴലി എന്ന് പറയുന്ന ആ മനുഷ്യൻ കാഫറാണ് മുശ്രിക്കാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അവര് മുശ്രിക്കാണോ കാഫറാണോ മുസ്ലിം തന്നെ അല്ലേ എന്ന് സംശയിക്കുന്നവനും കാഫറും മുശ്രിക്കുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇതൊക്കെ കിതാബിന്റെ വ്യക്തമായ തെളിവുകളാണ്. അദ്ദേഹം ഏതായാലും കാഫറായി മുശ്രിക്കായി പോയി. അദ്ദേഹത്തിന് ഷഹാദത്ത് കലിമ ചൊല്ലി പരിശുദ്ധ ദീനിലേക്ക് തിരിച്ചു വരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ അപകടകരമായ വാക്കുകളാണ് വിഷം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെയൊക്കെ ഉള്ളിൽ ഹിദായത്ത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടായിത്തീരുന്ന അപകടം. പല വഹാബിയുടെയും ഉള്ളിലുള്ളത് ഇദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് മാത്രം. എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലെ അത്ഭുതം? പരിശുദ്ധ ദീനിനെ വികലമാക്കാനും അതിനെ നശിപ്പിക്കാനും വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ഈ വഹാബി വിഭാഗം എത്രമാത്രം അപകടമാണ് ഈ ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. ഏതായാലും ഇവരെ ശരീരനെ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും, നന്നാവാൻ ആഗ്രഹിക്കുന്നവർക്ക് അള്ളാഹു ഹിദായത്ത് കൊടുത്ത് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.